ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ റൂയിസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ലിറ്ററലി പറയണമെന്നുണ്ടെങ്കിൽ 23,000 താഴെയായിട്ട് നമുക്കൊരു സ്ട്രോങ് ക്ലോസ് കിട്ടിയിരിക്കുകയാണ്. ആൻഡ് ഏകദേശം അത് 22,800 എന്നുള്ള ലെവൽ വരെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 22,800 എന്നുള്ള ലെവൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ലെവലാണ്. ആൻഡ് ആ ലെവലിൻ്റെ താഴത്തുകൂടി പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു കറക്ഷൻ കൂടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഓവർ വാല്യൂഡ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സോ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICICIയിൽ റിസൾട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മാക്സിമം ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ICICI ബാങ്ക്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ഷാർപ്പായിട്ടുള്ള പ്രഷർ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിയാലിറ്റിയാണ് നമ്മൾ കണ്ടാൽ അറിയാം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ രാവിലെ ഇന്നത്തെ കേസ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അവിടെ. കാരണം മാർക്കറ്റിൽ പാനിക്നെസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. വൺസ് മാർക്കറ്റ് ഒരു പാനിക് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭീകരമായിട്ട് അത് ഷൂട്ടപ്പായി പോവുക എന്ന് പറഞ്ഞാൽ ചുരുക്കം ചില സമയങ്ങളിലേ വരുള്ളൂ. ആൻഡ് എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഈ FIIs ആണെന്നുണ്ടെങ്കിലും DIs ആണെന്നുണ്ടെങ്കിലും ബൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി അവിടെ ഉണ്ട്. കാരണം കഴിഞ്ഞ 4 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ന്യൂസ് ചാനലും മറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ ദ ഡിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ അലർത്ത കാണാൻ പറ്റും. ബട്ട് ഏതാണ് ഇതിൻ്റെ ഡിപ്പ് അല്ലെങ്കിൽ ഏതാണ് ഇതിൻ്റെ ബോട്ടം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് ഇന്ത്യയുടെ കേസൊക്കെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും 0 എത്തില്ല എന്ന് നമുക്ക് പറയാം. ബട്ട് ഇൻ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഡിപ്പ് എന്ന് പറയുന്നത്, ലോ എന്ന് പറയുന്നത് 0ആണ്. മാർക്കറ്റ് എത്ര വേണമെങ്കിലും താഴത്തേക്ക് വരാം അല്ലേ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൺസ് ഒരു പാനിക്കിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മാർക്കറ്റിൽ ബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ഈ ബൈ ചെയ്താൽ പോലും നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ആ ഒരു സ്ട്രൈക്കിൽ ഉണ്ടാവില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ലൈവ് മാർക്കറ്റിൽ ലെവൽസ് പറയുമ്പം ഫോർ സെല്ല് എന്ന് മാത്രം പറഞ്ഞിട്ട് ലെവൽസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് തരണേ. ഈ കഴിഞ്ഞിടക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിനുശേഷം ഞാൻ ഫോർ സെല്ല് അല്ലെങ്കിൽ ഫോർ ബൈ എന്നുള്ള രീതിയിൽ ഇടുന്നത്. ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് വലിയൊരു ക്യാൻഡിൽ ക്ലോസാണ് കിട്ടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ SL അവിടെ ഓക്കെ ആയിരുന്നു, ഞാൻ ആ ട്രേഡ് എടുത്തു. ബട്ട് അവിടെ ഞാൻ ക്ലിയർ ആയിട്ട് വാൺ ചെയ്തിട്ടുണ്ട്, SL ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് അല്ല അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ മൊമെൻറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രോപ്പർ എക്സാക്റ്റ് ആ പോയിന്റിൽ വെച്ച് ഞാൻ നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം ചെറിയ മൂവുകൾ കിട്ടിയിട്ടുണ്ട്. ബട്ട് എന്നാൽ പോലും മാർക്കറ്റ് നമ്മൾ 22,900 PEയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ആ ഒരു സ്ട്രൈക്ക് ചാർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ഏകദേശം 10:30 ഉണ്ടാക്കിയ ഹൈൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് മാർക്കറ്റിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പ്രീമിയം ചാർട്ടിലാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് മാർക്കറ്റ് അവിടുന്ന് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ താഴത്തേക്ക് വരുന്നുണ്ട്. ബട്ട് പ്രീമിയം നമ്മൾ വിചാരിച്ചത്ര മൂവ് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാനൊരു ഒറ്റ കാര്യം കൂടി ഞാനവിടെ നോക്കേണ്ടതുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആൻഡ് ഒരു എന്താ ഞാൻ പറയാൻ വന്ന എന്തോ ഒരു കേസ് ഞാൻ വിട്ടുപോയി. അതായത് ബാങ്കിങ് സെക്ടറിൽ ആ ഒരു 1-2 സ്റ്റോക്കുകൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ വീക്കായിരുന്നു. ബാങ്കിന് അത് ആ ഒരു കാര്യം കൊണ്ട് മാത്രം ബാങ്കിനൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48,000 താഴത്തേക്ക് വീണ്ടും വരാനായിട്ട് മാർക്കറ്റ് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഏകദേശം ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെ മാർക്കറ്റിൽ ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻ എ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട്. സോ നമുക്കറിയാം, നമുക്ക് നാളെ നോക്കാം ഇനി ഫോളോ ത്രൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അഗെയിൻ ഫോളോ ത്രൂ വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു ചെറിയ കറക്ഷൻ കൂടി മാർക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്ന കേസ്. ആൻഡ് അഗെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് ട്രേഡിൻ്റെ. അതിനകത്ത് ക്ലിയർ ആയിട്ട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഞാൻ മാർക്കറ്റിനെ എങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ എന്താണ് ആ ഒരു ലെവലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലൈവ് മാർക്കറ്റിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊരു പ്രൈസിനെ വായിക്കുമ്പം അതിൻ്റെ ബാക്കിൽ ഒരു ലോജിക്ക് ഉണ്ടാവും. അപ്പം ഇന്നത്തെ കേസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു, അതേപോലെ മാർക്കറ്റിനെ വായിക്കുന്ന സമയത്ത് എനിക്കൊരു വ്യൂ ഉണ്ടാവാറുണ്ട് ചാർട്ടിൽ. എൻ്റെ വ്യൂ ഓൾവേസ് റൈറ്റ് ആണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. SL കിട്ടാത്ത പരിപാടി എനിക്കറിയില്ല, ടു ബി ഫ്രാങ്ക്. ബട്ട് നമുക്ക് ലോജിക്കലി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഈ മാർക്കറ്റിൻ്റെ റിതം എന്ന് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ചെറിയ നോമിനൽ ജോയിൻ ഫീസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ബട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും വലിയൊരു എഫേർട്ട് ഞാൻ എടുക്കുന്നതാണ്. സോ ഡെഫിനറ്റ്ലി അത് ചെയ്തേ മതിയാവുള്ളൂ. ആൻഡ് പിന്നെ വെറുതെ കിട്ടിയതിന് വാല്യൂ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ടു ബി ഫ്രാങ്ക്. ഞാൻ പല പ്രാവശ്യം ടെലഗ്രാമിൽ തന്നെ പറയാറുണ്ട്, നിങ്ങളുടെ റിയാക്ഷൻ എങ്കിലും നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുന്നുള്ളത്.
അതുവരെ പോസ്റ്റ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണ്. പിന്നെ എന്തിനാ ഈ വെറുതെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ആവാൻ പറ്റുന്നതാണ്, ഫീയും കാര്യങ്ങളൊക്കെ പേ ചെയ്തതിന് ശേഷം. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം. നാളെ നമ്മുടെ ട്രേഡ് പ്ലാൻ എന്തായിരിക്കണം നമ്മുടെ വ്യൂ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. സോ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 സെക്കൻഡ് അതൊന്ന് കണക്ട് ചെയ്തോട്ടെ. സോ ഇന്ന് ഓപ്പണിങ്ങിൻ്റെ കാര്യം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമുക്ക് ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി എസ്പെഷ്യലി ഒന്ന് പയ്യെ മുകളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ICICI ബാങ്ക് തന്നെയാണ്, കൂട്ടത്തിൽ SBI ഉണ്ട്, പിന്നെ ഒരു ചെറിയ റിക്കവറിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ കൊട്ടക് ബാങ്ക് ആണോ അതോ ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണോ ഏതൊരു ബാങ്ക് കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു റിക്കവറിക്ക് വേണ്ടിയിട്ടൊക്കെ ബാങ്ക് നിഫ്റ്റി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ മാക്സിമം ഹോൾഡ് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആ ഒരു പ്രഷർ കാണുന്നില്ല അല്ലേ. പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വലിയ ക്യാൻഡിൽസ് ഉണ്ടായിട്ട് അഗ്രസീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം. ബട്ട് അതൊന്നും കാണിക്കാണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ലെവലിൽ ഞാൻ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നത്. ആൻഡ് അതിൻ്റെ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞത് വലിയൊരു ക്യാൻഡിലായിരുന്നു, അത്യാവശ്യം വലിയൊരു ക്യാൻഡിലായിരുന്നു. ആൻഡ് എൻ്റെ പേഴ്സണൽ ട്രേഡ് ഞാൻ ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ എനിക്ക് SL ഓക്കെ ആയത്. അതല്ലാന്നുണ്ടെങ്കിൽ ടു ബി ഫ്രാങ്ക് ഈ ഒരു ക്യാൻഡിൽ എനിക്ക് SL ഓക്കെ ആവില്ല. കാരണം ഞാൻ പിയുടെ ചാർട്ടിൽ നോക്കുമ്പം 125 നിന്ന് ഈ ഒരൊറ്റ ക്യാൻഡിൽ ഷൂട്ട് അയക്കുന്നത് ഞാൻ 22,900 പിയുടെ കാര്യമാണ് പറയുന്നത്. 122 നിന്ന് അത് ഷൂട്ടായി പോയേക്കുന്നത് 165 സോ ഇത്രയും വലിയ SL ഒന്നും വെച്ചിട്ട് ഞാൻ എന്തായാലും നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി, എനിക്ക് അതിനകത്ത് കിട്ടുന്ന ട്രേഡുകളൊക്കെ കിട്ടിയാൽ മതി. അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ SLൻ്റെ കാര്യം നിങ്ങളടുത്ത് അത് മെൻഷൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു 2 ക്യാൻഡിലോട് കൂടി മൊമെൻറ്റം നിന്നു. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ അടുത്ത് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറയുന്നത്. ആ പ്രിസൈസ് പോയിന്റിൽ നിന്നിട്ട് മാർക്കറ്റ് അഗെയിൻ തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ മാർക്കറ്റ് ആ ഒരു ലോയിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് പ്രീമിയം ചാർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇനി നാളത്തേക്ക് എന്ത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ചാർട്ട് ഒന്ന് പ്രിറ്റേഡ് ആവും ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഇപ്പോൾ എൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രീവിയസ്ലിയുള്ള ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ്. അതായത് 920 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു പോയിന്റ് പ്രീവിയസ്ലിയുള്ള ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ്. ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ മുകളിൽ താഴത്തേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു നല്ലൊരു കറക്ഷനും കൂടി മാർക്കറ്റിലൂടെ കാണിക്കാനുള്ള ചാൻസ് അവിടെ പ്രിറ്റി ഹൈ ആണ്. സോ നമ്മൾ ആ ഒരു പോയിന്റിനെ നമ്മൾ വ്യക്തമായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ്. ആൻഡ് ആ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ഇന്ന് ചെറുതായിട്ടെങ്കിലും ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ എടുക്കുന്നത് പോലെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ നമ്മൾ അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. സോ ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 22,880 എന്നുള്ള ലെവലാണ്. സോ ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ 890 ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം, അതും ഒരു സ്കാൽപ്പ് മെൻറ്റാലിറ്റിയിൽ മാത്രമായിരിക്കും എൻ്റെ ട്രേഡുകൾ ഉണ്ടാവുക. ആൻഡ് എഗെയിൻ പറയുകയാണ്, ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കും എൻ്റെ ട്രേഡുകൾ ഉണ്ടാവുക. ആൻഡ് സോ 950 ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് അതിനുശേഷം 23,000 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 23,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അഗെയിൻ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്നുള്ള ലെവലിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. താഴത്തേക്ക് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ 790 അല്ലെങ്കിൽ 790 780 നമുക്ക് വാച്ച് ചെയ്യാം. 780 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 700 ഫസ്റ്റ് ലെവലായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 640 ആ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് നല്ല ട്രേഡർ കിട്ടാൻ ചാൻസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് സമയമൊക്കെ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രീമിയത്തിലും ഒരു എന്താ പറയുക സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനൊരു പോയിന്റ് കിട്ടുന്നതാണ്. സോ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് നാളത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണും കാര്യങ്ങളെന്നുള്ള. ഓക്കെ, ആൻഡ് അഗെയിൻ നമ്മുടെ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരിക, നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് മാർക്കറ്റിൽ 2 പ്രാവശ്യം മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു ലെവലാണ്. 47,950 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 950 ആൻഡ് ഈ 950 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അഗെയിൻ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് വീഴാവുന്ന ചാൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48,150 എന്നുള്ള ലെവലാണ്. ആ 150 160 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഫോർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് അവിടെ കിട്ടുള്ളൂ. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊസിഷനിൽ ഷോട്ടുകൾ അവിടെ ട്രിഗർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ എക്സ്പയറിയോട് അടുക്കുകയാണ്, നല്ല മൂവുകൾ കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ട്.
ബട്ട് അഗ്രസീവായിട്ട് ലോങ്ങിലേക്കാണെന്നുണ്ടെങ്കിലും ഷോർട്ടിലേക്കാണെന്നുണ്ടെങ്കിലും പ്ലാൻ ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ബയേഴ്സ് ഒരു ട്രൈ ഇവിടെ എന്തായാലും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ഒന്ന് ട്രാപ്പ് കാണിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കാണെങ്കിൽ പോലും മൊമെൻ്റ് താഴത്തേക്കാണെങ്കിൽ പോലും ഉണ്ടാക്കുന്നത് വലിയ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ പെർഫെക്റ്റ് ആവില്ല. സോ സ്റ്റോപ്പ് ലോസ് പെർഫെക്റ്റ് ആവാത്തടത്തോളം സമയം ട്രേഡിനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് മൂട്ടില്ലാത്ത പാത്രത്തിൽ വെള്ളം കോരുന്ന പരിപാടിയാണ്. കാരണം മാർക്കറ്റിന് ഏത് പോയിന്റിലും എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞതിന് ശേഷം SL കിട്ടിയിട്ട് അയ്യോ അത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക്കുകൾ മാത്രം എടുക്കുക. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ട്രേഡിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത്. ആൻഡ് എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബേസിനാണ്. 350 എന്നുള്ളതാണ് ഓൺ ദ ലോവർ സൈഡിൽ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡിൽ വാച്ച് ചെയ്യാൻ പോകുന്നത് 425 എന്നുള്ള ലെവലും കൂടിയാണ്. 425 430 നമുക്ക് വാച്ച് ചെയ്യാം. 430 എന്നുള്ള ലെവൽ കൂടിയാണ്. സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടായിട്ടുള്ള ഈ ഒരു ബോട്ടം ലെവലാണ്. അതായത് 11,690 എന്നുള്ള ലെവലിനെയാണ് വാച്ച് ചെയ്യാൻ പോകുന്നത്. 690 ആ ഒരു ലോവർ ലെവലിനെ. ഓൺ ദ അപ്പർ സൈഡ് ഇവിടെയാണ് ലാസ്റ്റ് ഒരു ചെറിയൊരു ബ്രേക്ക്ഔട്ട് ലെവലൊക്കെ കാണാൻ പറ്റുന്നത്. സോ 11,770 എന്നുള്ള ലെവലിനെയാണ് ഞാൻ ഓൺ ദ അപ്പർ സൈഡ് വാച്ച് ചെയ്യാൻ പോകുന്നത്. മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ. സോ ആസ് ഓഫ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് HDFC ബാങ്കിൽ വാച്ച് ചെയ്യേണ്ടത് 1625 എന്നുള്ള ലെവലാണ്. 1625 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ICICI ബാങ്ക് റിസൾട്ടൊക്കെ ഭയങ്കര കോമഡിയാണ്. ബട്ട് എന്നാലും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. 1-2-1 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ വീക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊന്ന് റിക്കവർ ആയി പോകാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒന്ന് ബാങ്ക് നിഫ്റ്റി ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഇന്ന്. ആൻഡ് 1875 എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. ആ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ആക്സിസ് ബാങ്കും ഒരു പരിധി വരെ ട്രൈ ചെയ്യുന്നുണ്ട് ഹോൾഡ് ചെയ്യാനായിട്ട്. ബട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ 950 ആണ്. 950യുടെ താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ എൻ്റെ വ്യൂ അതിനകത്ത് ഉണ്ടാവുക നെഗറ്റീവ് ടു സൈഡ് വേസ് എന്നുള്ളത് തന്നെയായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഇൻഫിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ 1835 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ വീക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അഗെയിൻ TCSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ 4050 എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം. അഗെയിൻ റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നിലക്കും മാർക്കറ്റിനൊന്ന് റിലയൻസിനൊന്ന് സ്ട്രോങ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈച്ച് ആൻഡ് എവറി ഡേ ന്യൂ ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 1237 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നെഗറ്റീവ് തന്നെയായിരിക്കും. മുകളിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പർ പോസിറ്റീവ് എന്നുള്ള ലെവലിലല്ല ഞാൻ പറയുന്നത്. ചെറിയൊരു സെല്ലിംഗ് പ്രഷർ തന്നെയായിരിക്കും താഴത്തേക്ക് ഉണ്ടാവുക താഴത്താണെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ്. സോ അനാലിസും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ടുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം.